ഷെയിൻ സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് പിന്നെ തേർഡ് പാർട്ടി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, തേർഡ് പാർട്ടിയുടെ അവസ്ഥ നമുക്കതറിയണമല്ലോ അല്ലേ. ഇടയ്ക്ക് അതൊന്നും അറിയണ്ടേ, തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു, തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ്, നല്ല സ്മൂത്തായിട്ടാണോ പോകുന്നത്, എല്ലാ കാര്യങ്ങളും അറിയണ്ടേ നമുക്ക്, അത് നോക്കാം. അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ്. അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എന്നാലും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കൈ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞു ജനറൽ റീഡിങ്ങാണ്, അതുകൊണ്ട് എല്ലാവർക്കും റിസൾട്ട് ആവില്ല. നിങ്ങളുടെ പിന്നെ കാര്യങ്ങൾ അറിയണമെങ്കിൽ, വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണം. നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. നമുക്ക് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ്. ഓക്കെ. നിങ്ങളുടെ വ്യക്തി ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ മെനഞ്ഞാന്ന് എടുത്ത റേഡിയോയിൽ നമ്മളിത് കണ്ടിരുന്നു. ഈ കാർഡാണ് നമുക്ക് ഫസ്റ്റിൽ വന്നത്, മെയിൻ കാർഡായിട്ട് വന്നത്. അതായത് ഇങ്ങനെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെയാണ്, ആ പ്രതിരോധം ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോയി എന്നാണ് കാണിക്കുന്നത്. എല്ലാ കപ്പും ഉപേക്ഷിച്ച് പോയി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 6 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ മൗഢ്യമായ ചിന്തകളും വേദനകളും, തേർഡ് പാർട്ടിയോടൊപ്പം കഴിഞ്ഞുപോയ നാളുകൾ, അവിടെ അനുഭവിച്ച പീഡനങ്ങൾ എല്ലാം വലിച്ചെറിയുന്നു, സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നു, എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് ആർക്കൊക്കെ റെസിഡൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസിഡൻ്റ് ആവുന്നവരെടുക്കൂ. 3 നമുക്കിവിടെ തേർഡ് പാർട്ടി വല്ലാത്ത ഒരു അവസ്ഥയിലാണ്, ഒരു നിഗൂഢമായ അവസ്ഥയിൽ ഇരിക്കുന്നു എന്നാണ്. സർവ്വതും താൻ അടക്കി പിടിച്ചു വച്ചിരുന്ന സർവ്വ കാര്യങ്ങളും തന്നിൽ നിന്ന് വിട്ടുപോയി എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവിടെ വളരെയധികം 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ തലയിലിങ്ങനെ പിന്നെ ചിന്തകൾ വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ് തേർഡ് പാർട്ടി. ആ കണ്ട സ്വപ്നങ്ങളെല്ലാം ഫലവത്താകുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒഴിഞ്ഞുപോയി എന്നുള്ളത് തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ നല്ല ഒരു ശുഭമായ വാർത്തയല്ല. ഡബിൾ വന്നിട്ടുണ്ട്. ഡബിൾ ഇവിടെ ഒരുപാട് ഈ ഒരു കർമ്മം ചെയ്താണ് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഒരുപാട് ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ദ്രോഹം മുഴുവനും ഈ തേർഡ് പാർട്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അത് ലാസ്റ്റ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തകിടം മറിഞ്ഞ് തേർഡ് പാർട്ടി ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. ഈ മജീഷ്യൻ കാർഡ് വരുന്നത് ഇതും ഒരു പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, മജീഷ്യൻ എന്ന് പറഞ്ഞാലും ഒരു മാന്ത്രികത ഉണ്ട് എന്നാണ്. ഇത് നിങ്ങളുടെ പേഴ്സണാണ്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡബിൾ എനർജി നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വ്യക്തിക്കിട്ട് പണി കൊടുത്തിരുന്നു എന്നാണ്. ഈ വ്യക്തി ഇതിൽ നിന്ന് ഇവിടെ പ്രതിരോധിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. കുറച്ച് കാലമായിട്ട് പ്രതിരോധിച്ച് ഇതിൽ നിന്ന് എന്താണ് എനിക്കൊരു മോചനം എന്ന രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ച് ക്ഷമയോടുകൂടി നിന്നിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇവിടെ തിരിച്ച് നല്ല ഒരു പണി തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ കാർഡ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് പിന്നെ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം, അല്ലെങ്കിൽ ഈ ഡബിൾ എനർജിയിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്നു. അതിവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ്.
എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് നേടുക തന്നെ വേണം. ഇനി ഈ ദുർമന്ത്രവാദത്തിൽ നിന്നുകൊണ്ട് ഈ പീഡനം സഹിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഒന്നുകിൽ ഈ വ്യക്തി ചെയ്തതാകാം, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ആ രീതിയിലുള്ള ക്രിയകൾ ചെയ്യിപ്പിച്ചതായിരിക്കാം. അതിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സാധാരണ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പുറത്ത് കടന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി, കേട്ടോ. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ്. ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചു, കുറേ ചിന്തകൾ കൊണ്ട് വേട്ടയാടപ്പെട്ടു, അല്ലെങ്കിൽ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു, ശാരീരികമായും മാനസികമായും തകർക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് ഒരു ജേതാവിനെ പോലെയാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മജീഷ്യൻ്റെ പവറോടുകൂടി അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ഈ അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ് ഇത് നിങ്ങളെയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാനസികമായ പല പല പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിച്ചു എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഒരു വിഷമം വരുമ്പോൾ, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ച ആ ഒരു സന്തോഷത്തിലായിരുന്നു ഈ വ്യക്തി ഇതുവരെ ജീവിച്ചിരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. ജോലികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇതിവിടെ റണ്ണിങ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ നിന്ന് ചേസിങ് എന്ന എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വളരെയധികം നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഇപ്പോൾ പെരുമാറുന്നത്. കാരണം നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ഏത് രീതിയിലാണെങ്കിലും ശരി, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ശ്രദ്ധ. ഇവിടെ നമുക്ക് ഈ 4 ഓഫ് പെനക്കിൾസിൻ്റെ കാർഡ് വന്നതിൻ്റെ തൊട്ട് പറയുകയാണെ 7 ഓഫ് പെനക്കിൾസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനോട്ട് ലിങ്ക് ചെയ്യുന്നത് ഇതാണ്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, ചേസ് ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതേമാതിരിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് മീഡിയയിലാണോ നിങ്ങൾ കൂടുതൽ സജീവം അവിടെ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ദ സ്റ്റാർ വന്നിട്ടുണ്ട്. ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര പ്രതീക്ഷയാണ്. ഇപ്പോൾ വളരെ ഹീലിംഗ് ആയിട്ടുള്ളൊരു എനർജിയാണ് ആൾക്കുള്ളത്. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഇരിക്കുന്നത്. ആ തേർഡ് പാർട്ടി റിമൂവൽ കഴിഞ്ഞതോടുകൂടി തന്നെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത വന്നു, സമാധാനം വന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പല ചിന്തകളും ഇപ്പോൾ നേർവഴിക്ക് നയിക്കാൻ ആൾക്ക് കഴിയുന്നു എന്നാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടിയെത്തുവാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാണ് നമുക്ക് ഈ കാർഡ് കാണിക്കുന്നത്. പ്ലാനിങ് ഉണ്ട്. 3 ഓഫ് വാൻസ് ഉണ്ട്. നല്ല പ്ലാനിങ്ങിലാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി എത്തണമെന്നും നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സമയമായി എന്നാണ് കേട്ടോ. ഇതുവരെ ഒരു പക്ഷേ മൗനം പാലിച്ചായിരിക്കാം നിന്നിരുന്നത് നിങ്ങളുടെ വ്യക്തി. കാരണം വെച്ചാൽ മൗനം എന്ന് പറഞ്ഞാൽ ഒന്നിനും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ ഒന്നും താല്പര്യമില്ലായിരുന്നു ആൾക്ക്. കാരണം എന്താണ് പറയാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ടായിരുന്നു മിണ്ടാതിരുന്നത്. ഇപ്പോൾ നല്ല പ്ലാനിങ്ങിലാണെന്ന് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് സോഡ്സ്. ഇവിടെ നല്ല ലെസൺസാണ് പുള്ളി പഠിച്ചിരിക്കുന്നത്. ഹി ഓർ ഷി ആരായാലും നല്ല ലെസൺസ് പഠിച്ചിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ മാത്രമല്ല, ഒരുപടി ഒരു എഡ്യൂക്കേഷൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പല വിഷയങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, അത്തരം കാര്യങ്ങൾ കൂടി ഈ വ്യക്തി ചെയ്തിരിക്കുന്നു. അതുപോലെ ജീവിതവും സ്റ്റഡി ചെയ്തിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ വളരെയധികം വിഷമിച്ച് നിന്നിരുന്ന അവസ്ഥകളുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഡിസിഷൻ എടുക്കാൻ വളരെയധികം വിഷമിച്ചിരുന്നു, വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അതൊന്ന് ഓർത്തിട്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാർഡ് വന്നിരിക്കുന്നത്. അവിടെ സക്സസ് ആണ്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ജീവിത വിജയം വന്നിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. എന്ന് വെച്ചാൽ എന്ത് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയില്ലേ, സക്സസ് വരിക. അതുപോലെ തന്നെ നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുക, റെക്കഗ്നേഷൻ വരിക. അത് ഇരിക്കുന്ന ജോലിയിലാണെങ്കിലും ശരി, ബിസിനസ് മേഖലയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അതിന് ഇപ്പോൾ വളരെയധികം ഒരു പടി മുകളിൽ കയറിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത്.
എന്നാലും ക്ഷമയോടുകൂടി അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ വളരെ ക്ഷമയോടുകൂടിയാണ് ഇരിക്കുന്നത്. ബാലൻസ് ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എന്നാണ്. ഇപ്പോൾ പിന്നെ തേർഡ് പാർട്ടിയുടെ പിന്നെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനോ അതിനൊന്നും ആൾക്ക് ഇവിടെ സമയം ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതോറിറ്റി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുമാതിരി വിജയങ്ങൾ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, സമൂഹത്തിൽ അംഗീകാരം, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ്. കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു. ആ വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ വ്യക്തി പുറത്ത് കടന്നു. പക്ഷേ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തേർഡ് പാർട്ടിയാണെന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ വരുന്ന മുഴുവൻ നിങ്ങളുടെ പിന്നെ വ്യക്തിയുടെ എനർജിയാണ്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ആത്മാർത്ഥമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു നൽകുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു എന്നാണ്. കാരണം എത്ര കാലം ഇരുന്നാലും, എത്ര ദൂരെ ഇരുന്നാലും, എന്ത് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞാലും, എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും ശരി, ഇവിടെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ പ്രണയവും സ്നേഹവും അവിടെ ഉണ്ട്. ആ സ്നേഹത്തിൽ ആണ് ഇപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിൻ്റെ സമാധാനം എന്ന് പറയുന്നത് അതിലാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പം കൂട്ടു ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അതേമാതിരിയുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ശരി, നിങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആളെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നു എന്നാണ്. ഇവിടെ വീണ്ടും കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതം ഇപ്പോൾ എന്താണ്, നമ്മളുടെ ഒരു എംപറർ എന്നോ അല്ലെങ്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ അത്രയും പിന്നെ പുരോഗമിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ തെളിഞ്ഞ് അതിലൂടെ ഒരു പ്രയാണത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. കാരണം ആ പിന്നെ ഡബിൾ എനർജി ആളിൽ നിന്ന് വിട്ടു പോയപ്പോൾ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും ആളുടെ മുൻപിലേക്ക് കടന്നു വന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. കാര്യങ്ങൾ നടക്കണമെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതിവിടെ 10 ഓഫ് സോഡ്സ്, വളരെയധികം പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ജോലികൾ ചെയ്യാനും ചെയ്യിക്കാനും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു തിരക്കുകൾ ആളുകൾക്ക് നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അതാണ് നയിക്കുന്നത് മുൻപോട്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴേ പിന്നെ ആ ഒരു ചക്രം അവസാനിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എത്ര പേർക്ക് ഇങ്ങനെ വരും എന്നെനിക്കറിയില്ല. ഇതിൽ കുറേ ആളുകൾക്ക്, എൻ്റെ വ്യൂവേഴ്സ്, കുറേ ആളുകൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്, വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർക്കൊക്കെ ആ ഒരു അനുഭവം വന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും വ്യക്തമായിട്ടാണ് ഇന്ന് നമുക്ക് കാർഡ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ പിന്നെ തേർഡ് പാർട്ടിയുടെ ആ ഡബിൾ എനർജിയിൽ നിന്ന് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയാൻ പോകുന്നു. ഇതൊരു കാർമിക് പാർട്ട്ണർ ആയിരുന്നു ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ. അതുകൊണ്ടാണ് ഈ പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർമിക് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനിച്ച പാസ്റ്റ് ലൈഫിലുള്ള അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു പക്ഷേ ഇതുപോലെയുള്ള കർമ്മങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെടുത്തും എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് തരാൻ ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതമാണ് കാണിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം സാമ്പത്തികമായിട്ടും പിന്നെ എന്താ വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സ്നേഹം, അതുപോലെ തന്നെ ധനം, പിന്നെ കെയറിങ്, സർവ്വതും കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല കുടുംബമായിട്ട് പോകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു ടാരോട്ട് റീഡിങ് ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകളുടെ കമൻസ് കാര്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അവർക്ക് നിരാശ ബാധിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് അവരുടെ പിന്നെ കമൻസ് വരുന്നത്. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ പിന്നെ എപ്പോഴും നമ്മളുടെ ലൈഫിൽ ഇതേമാതിരിയുള്ള ചില ദുരന്തങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഈ ജന്മം നമ്മൾ ചെയ്ത ദ്രോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എത്ര സത്യസന്ധനായാലും ശരി അല്ല എങ്കിലും ഇത് വരുന്നത് നമ്മളുടെ ഒരു കുറ്റം കൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ല. നമ്മളറിയാതെയോ അറിഞ്ഞോ കഴിഞ്ഞ ജന്മങ്ങളിലുണ്ടായ ചില ട്രോമാസ് നമ്മൾ ഈ ജന്മവും അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങളെ ഇവിടെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നു എങ്കിൽ ആ
ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ആ ഒരു സുപ്രീം പവറിന് അല്ലെങ്കിൽ ഡിവൈൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങളെക്കൊണ്ട് ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യിപ്പിക്കാനുമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മളിവിടെ ഈ വിഷമങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഈശ്വരനെ അറിയുള്ളൂ. നമ്മൾക്ക് അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു വിഷമം വന്നു, ഒരു ട്രോമ വന്നു, അതിലൂടെ നമ്മൾ പടിപടിയായി ഈശ്വര ചിന്തയിലേക്ക് വന്നു. അവിടെ നമ്മളുടെ ആ പവർ വളർത്തി, നമ്മുടെ ഈ പിന്നെ ഇൻഡ്യൂട്ടീവ് പവർ വളർത്തി, ഈശ്വരൻ എന്താണെന്ന സത്യം മനസ്സിലാക്കി. നമ്മൾ ചുമ്മാതെ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ പോയിട്ടൊരു വഴിപാട് കഴിച്ച് എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നാൽ ഞാൻ ഇത്ര കൈക്കൂലി പരുവത്തിലുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കല്ല നമുക്ക് വാല്യൂ ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഹൃദയം തകർന്ന് തരിപ്പണമാകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്നൊരു വിളിയുണ്ട് നമുക്ക്. ആ വിളിയിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ ഈ ഭഗവാനോട് അല്ലെങ്കിൽ നമ്മളുടെ ആ ശക്തിയോട് സംസാരിക്കാൻ കഴിയുക. അവിടെയാണ് സംസാരിക്കാൻ കഴിയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ സംസാരിക്കാനാണ് കഴിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തെന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അദ്ദേഹത്തോട് മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുള്ളൂ. അതായത് ഒരു വള്ളി ഉള്ളി പോലും വിടാതെ കേൾക്കുകയുള്ളൂ. ആ കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മളൊക്കെ വിചാരിക്കുമോ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വേഗം എൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടത്താം. എത്രയോ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല, അതൊന്നും കേൾക്കില്ല എന്ന്. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമുക്കൊരു ടൈമുണ്ട്, ഡിവൈൻ ടൈം എന്ന് പറയുന്ന ആ ടൈമിലാണ് നമ്മളിലേക്ക് ഇതെല്ലാം എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറയേണ്ടി വന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ്. എല്ലാത്തിനും റിപ്ലൈ ഞാൻ തരാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ സത്യം എപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നോ, സ്വയം നിങ്ങൾ എപ്പോൾ ഇത് മനസ്സിലാക്കുന്നോ, നിങ്ങളെ എപ്പോൾ അംഗീകരിക്കുന്നുവോ അപ്പോഴാണ് നിങ്ങൾക്കിത് വെളിപ്പെട്ട് വരുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരിക. ഞാൻ എന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കർത്തവ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന കൂലി കിട്ടുക അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുക. പ്രതിഫലേച്ഛ ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്, അല്ലേ? നമ്മളുടെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ. പ്രതിഫലേച്ഛ നമുക്ക് വേണ്ട. നമ്മുടെ കർമ്മം ചെയ്യൂ, കൃത്യമായി ചെയ്യൂ. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നെങ്കിലും അത് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കൂ നിങ്ങൾ. വളരെ നമ്മളിത് പറയേണ്ടി വന്നത് വിഷമമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇനിയും നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട സംഭവമൊന്നും അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.